ദ്വാദശാക്ഷരി മന്ത്രം വൈഷ്ണവ മന്ത്രങ്ങളിൽ വളരെ വിശേഷപ്പെട്ടതാണ്. വൈവസ്വത മനുവിൻ്റെ പുത്രനായ ഉദ്ധാനപാദൻ്റെ പുത്രനായിരുന്നു ധ്രുവൻ. ഈ ധ്രുവന് നാരദ മഹർഷിയാണ് ദ്വാദശാക്ഷരി മന്ത്രം ഉപദേശിച്ചു കൊടുക്കുന്നത്. ദ്വാദശാക്ഷരി മന്ത്രം ജപിച്ച് വിഷ്ണു ഭഗവാനെ തപസ്സനുഷ്ഠിച്ച ധ്രുവന്റെ മുമ്പിൽ മഹാവിഷ്ണു പ്രത്യക്ഷപ്പെടുകയും എല്ലാ ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്യുകയും ചെയ്തു. അപ്പോൾ ദ്വാദശാക്ഷരി മന്ത്രത്തിൻ്റെ പ്രാധാന്യം അത്രത്തോളം വലുതാണ്. ഓം നമോ ഭഗവതി വാസുദേവായ എന്നുള്ളതാണ് വിഷ്ണുവിൻ്റെ ദ്വാദശാക്ഷരി മന്ത്രം. ഓം എന്നുള്ളത് പരമപ്രദമായ ആത്മാവിനെ സൂചിപ്പിക്കുന്നു. നമോ എന്നാൽ നമിക്കുകയെന്നും ഭഗവതി എന്നാൽ ഭഗവാൻ അല്ലെങ്കിൽ ദൈവം എന്നും അർത്ഥമാകുന്നു. വാസുദേവായ എന്നാൽ വസുദേവരുടെ പുത്രൻ എന്നർത്ഥമാകുമ്പോൾ തന്നെ വാസു എന്നാൽ എല്ലാ ജീവജാലങ്ങളുടെയും ജീവൻ എന്നും ദേവൻ എന്നാൽ ദൈവവും എന്നും അർത്ഥമാകുമ്പോൾ വാസുദേവൻ എന്നുള്ള പദത്തിൻ്റെ അർത്ഥമായി വരുന്നത് എല്ലാ ജീവജാലങ്ങളുടെയും ജീവനായ ദൈവം എന്നാണ്. അപ്പോൾ ഭഗവാൻ എപ്പോഴും കൂടെയുണ്ടാകും എന്നുള്ള ആ ഒരു പരമപ്രദമായ അർത്ഥം തന്നെയാണ് ഈ ദ്വാദശാക്ഷരി മന്ത്രത്തിൽ ഒളിഞ്ഞു കിടക്കുന്നത്. ദ്വാദശാക്ഷരി മന്ത്രം ദിവസവും ജപിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നത് വളരെയധികം ഭഗവത് കടാക്ഷം നമ്മളിലേക്ക് എത്തുവാൻ സഹായിക്കും.